ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഇതാ ഒരുങ്ങിക്കെട്ടി എടുത്തേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ തുടരും സിനിമ കാണാൻ പോകുന്നത് ഞാനും പൃഥ്വിയേട്ടനും ദേവൂട്ടിയും കൂടിയാണ്. പിന്നെ നമ്മളെ ഏട്ടത്തിയമ്മയും കുട്ടാപ്പിയമ്മാളും നേരത്തെ സിനിമ കണ്ടു. അമ്മേനോട് നമ്മൾ വരുന്നതെന്ന് ചോദിച്ചാൽ അമ്മ ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൻഷിയും പ്രതീക്ഷേട്ടനും കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഓരോരാളെ സാഹചര്യത്തിനനുസരിച്ച് പോയി കാണുക നേരെ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പം എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്. നമ്മളെ നന്ദൂട്ടിയും പിള്ളറും ഏച്ചിയും എല്ലാവരും പയ്യന്നൂരിൽ നിന്ന് കണ്ടു. പിന്നെ കഴിഞ്ഞ ദിവസം അമ്മയും പ്രതീക്ഷേട്ടനും അൻഷിയും പിള്ളറും എല്ലാവരും പോയി കണ്ടു. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് എപ്പോഴും ഇറങ്ങുന്ന സിനിമകളെല്ലാം പോയി കാണുന്നത് അങ്ങനത്തെ ഒരു ശീലമൊന്നുമില്ല കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള കുറച്ച് സിനിമകളെ കാണാൻ ആഗ്രഹം തോന്നുകയുള്ളൂ. പിന്നെ വല്ലപ്പോഴും മിക്കവാറും നമ്മൾ ഏട്ടന് ലീവിന് വന്നു കഴിഞ്ഞാലാണ് സിനിമക്കെല്ലാം പോലെ. പിന്നെ തുടരും സിനിമ ഇറങ്ങിയാലും തന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിന് കാണണമായിരുന്നു, ഒരു ദിവസം പോകണമായിരുന്നു എന്ന്. അപ്പോൾ ഒരു ദിവസം പൃഥ്വിയേട്ടൻ പറഞ്ഞു പണി ലീവാണ്, എന്നാൽ പിന്നെ നമുക്ക് എന്തായാലും പോയി കളയാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിതാ തളിപ്പറമ്പ് ആലങ്കിയിൽ ടാക്കീസിലേക്കാണ് വന്നത്. നമ്മൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടില്ല, നമ്മൾ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ടിക്കറ്റെല്ലാം കിട്ടീന്. പിന്നെ ഇതാ ദേവൂട്ടിക്ക് ജ്യൂസും അതുപോലെ ലേസെല്ലാം വാങ്ങിയിട്ട് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ബാൽക്കണിയിലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്ക് എന്ന് പറയാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആദ്യമെല്ലാം കുറേ സീറ്റെല്ലാം ആടി ഒഴിവ് കണ്ടിനെ, എന്നാലും എല്ലാ സീറ്റിലും ആളുണ്ടായിനെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആ സിനിമ തുടങ്ങി. നമ്മൾ ദേവൂട്ടിൻ്റെ കയ്യിലെ ലേസും ജ്യൂസും തീരുന്നത് വരെ മാത്രം ദേവൂട്ടി സിനിമ കണ്ടിട്ടുണ്ടായിനെ. അതിന് ശേഷം ദേവൂട്ടി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ സിനിമേനെക്കുറിച്ച് പറയാൻ നല്ല സിനിമ തന്നെയാണ്, നമുക്ക് കണ്ടിരിക്കാം കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് സിനിമ നമുക്ക് കാണുമ്പം അടുത്തത് ഇന്നതായിരിക്കും നമുക്ക് കിട്ടുന്നത് പോലെ തോന്നി കേട്ടോ. ആ കഥ നമുക്ക് മനസ്സിലാവുന്നത് പോലെ അവർ ഭയങ്കര സസ്പെൻസ് അവരിങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ നമുക്കത് അടുത്തത് ഇന്നതായിരിക്കും എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ഫാമിലി ആയിട്ടെല്ലാം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല സിനിമ തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളി സിനിമ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തുടരും സിനിമ കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക, കാണാത്തവരൊന്ന് പോയിട്ട് കാണുക കേട്ടോ. നല്ല അടിപൊളി സിനിമ തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ആ സിനിമയെല്ലാം കഴിഞ്ഞു. ദേവൂട്ടി നല്ല ഉറക്കമായിരുന്നു. 2 മണിക്കൂർ നല്ല എ സിയിലിരുന്നിട്ട് ദേവൂട്ടി സുഖസുന്ദരമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മടിയിലാണെങ്കിലും നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ടാക്കീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ബാങ്കിലേക്കാണ്. പൃഥ്വിയേട്ടൻ്റെ ATMൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് പുതുക്കി വാങ്ങാൻ വേണ്ടിയിട്ട് യൂണിയൻ ബാങ്കിലേക്ക് പോയതാണ്. അപ്പോൾ പൃഥ്വിയേട്ടനകത്ത് കയറി അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി നമ്മൾ പുറത്തുനിന്ന് നിൽക്കുകയാണ് ചെയ്തത്. നല്ല ഉച്ച സമയമായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഇനിയും ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് വിശപ്പടക്കി പിടിച്ചിട്ട് നമ്മൾ നിൽക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം വന്ന് നമ്മൾ തന്നെ പിന്നെല്ലാം സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അത് ആദ്യം നോക്കിയാൽ ആവുന്നുണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത് വീണ്ടും പോയി ചോദിച്ച് അങ്ങനെ സെറ്റെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോയത്. അങ്ങനെ പോസ്റ്റ് ഓഫീസിലെ ആവശ്യങ്ങളും കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പൃഥ്വിയേട്ടൻ നല്ല നാടൻ ചോറിനാണ് ഓർഡർ കൊടുത്തത്. പക്ഷെ നമ്മൾ ദേവൂട്ടി കൂടിയില്ലോണ്ട് ദേവൂട്ടി ബിരിയാണി വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല. അതുകൊണ്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തതിന്. ഒരു ബിരിയാണി മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പൃഥ്വിയേട്ടൻ പറഞ്ഞു ഒരു ഹാഫും കൂടെ ഓർഡർ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ പൃഥ്വിയേട്ടൻ ഒരു ചിക്കൻ പാർട്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഒരു ലെഗ് പീസ് ദേവൂട്ടിക്കും കൊടുത്ത് പിന്നെ കുറച്ച് ചോറും കൊടുത്തിട്ട് ഞാനിതാ ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ ഹോട്ടൽ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അടുത്ത ബിരിയാണി ചിക്കനെല്ലാം എന്തോ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഞാനിട്ട് ദേവൂട്ടിയോട് പറഞ്ഞു നീ കാരണമാണ് ഈ ബിരിയാണി തിന്നേണ്ടി വന്നേന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നിട്ടും പ്ലേറ്റ് നല്ല ഫുള്ള് കാലിയാക്കിയിട്ടുണ്ടല്ലോ എന്ന്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമല്ലേ, അതുകൊണ്ട് എനിക്കങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കളയാന്ന് പറയുമ്പം അത് ശരിയല്ല. അപ്പം ടേസ്റ്റ് ഇല്ലെങ്കിലും കൂടി ഞാനത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിതാ വീണ്ടും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായിനെ. പിന്നെ നമ്മൾ പോയത് നേരെ ഗിഫ്റ്റ് തളിപ്പറമ്പിലെ ഈ കടയിലേക്കാണ് പോയത്. ഇവിടെ നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കടയാണ്. അപ്പോൾ അടുത്ത് നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിന്. അതിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിനെ. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ദേവൂട്ടി സൈഡിൽ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. എന്തെല്ലോ പറഞ്ഞു പോകുന്നു ഞാൻ. അപ്പോൾ ഗിഫ്റ്റെല്ലാം വാങ്ങി. അവിടെ ഒരുപാട് ഈ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം അവർ 10 മിനിറ്റ് കൊണ്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ ഗിഫ്റ്റെല്ലാം വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാൻറ്റ് വാങ്ങിയിട്ടുണ്ടായിനെ. ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ കടകളിൽ കയറി ഇറങ്ങി. അപ്പോൾ വലിയ സൈസ് വേണ്ടതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേവൂട്ടിക്കൊരു ഇതില്ലേ ചൂടുകുരുവിനിടുന്ന പൗഡർ അതും വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് മാർക്കറ്റിലേക്കാണ്. തളിപ്പറമ്പിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോയത്.
പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാനും വൃത്തിയായിട്ടും തളിപ്പറമ്പിൽ വരലുണ്ടായിനെ മക്കളെല്ലാം ആവുന്നതിന് മുന്നേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തളിപ്പറമ്പിൽ വരും, സിനിമക്ക് പോവും, ഇതേപോലെ മാർക്കറ്റിൽ പോവും, പച്ചക്കറി വാങ്ങും, പിന്നെ മീൻ വാങ്ങും. പിന്നെ നല്ല മീൻ കിട്ടും കേട്ടോ. മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വിലക്കുറവുമായിരിക്കും. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പം മാർക്കറ്റിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ മീനിന് വിലക്കുറവായിരിക്കും. പിന്നെ ഇങ്ങനെ ഉള്ളോട്ട് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാ കടകളും ഉണ്ട് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട്, വിലക്കുറവുമായിരിക്കും. പക്ഷെ കുറച്ച് നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൗണിൽ വന്നു കഴിഞ്ഞാലും അടുത്തുള്ള കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് അങ്ങനെ പോകലാണ്. പക്ഷെ പൃഥ്വിയേട്ടൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ എന്തായാലും കയറും കേട്ടോ. വെറുതെ ഇങ്ങനെ നടത്തി ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങാനൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ ഒന്ന് നടന്ന് ചിലപ്പം ചിക്കൻ്റെ പാർട്സ് അല്ലെങ്കിൽ മീൻ അങ്ങനെയെല്ലാം വാങ്ങിയിട്ട് വരും കേട്ടോ. മീൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. ഒരുപാട് വെറൈറ്റി മീനുകളുണ്ടാവും. ഈ ഒരു സൈഡ് മൊത്തം മീനുകളാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മൊത്തം ഉണക്ക മീനുകളില്ലേ, ചെമ്മീൻ, പിന്നെ ഉണക്കുകൾ, അങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് അവരായിട്ട് ഹായ് ആക്കിയതാണെന്ന്. പക്ഷെ അല്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പുറത്തില്ല ആരോടോ ഹായ് പറഞ്ഞതാണ്. അതുകൊണ്ടാ ഈ ഓപ്പോസിറ്റ് സൈഡ് ഫുൾ ഒരുപാട് വെറൈറ്റി ഉണക്കുകളെ കടയാണ്. അപ്പോൾ ഉണക്കൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ മീൻ ചൂരമീൻ വാങ്ങിയിട്ട് വന്നു. പിന്നെ വരുമ്പോൾ ഇങ്ങനെ സോപ്പ് പൊടി, അതുപോലെ ലോഷൻ, സോപ്പ് അങ്ങനെയെല്ലാം വെക്കുന്നൊരു കടയുണ്ട്. അതിനെ ആടുന്ന് കുറച്ച് സോപ്പും സോപ്പ് പൊടിയെല്ലാം വാങ്ങിയിട്ട് പിന്നെ നേരെ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ നാട്ടിലേനെക്കാട്ടിയും പിന്നെ എന്തായാലും വിലക്കുറവാണ് നമുക്ക് തളിപ്പറമ്പ് പോയി കഴിഞ്ഞാൽ. എന്തായാലും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പച്ചക്കറിയും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ വരിക. അങ്ങനെ പച്ചക്കറിയും വാങ്ങി നടന്ന് ക്ഷീണിച്ചു. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ആ ബിരിയാണി തിന്നിട്ട് എനിക്ക് തീരെ ശരിയായിട്ടില്ല. അപ്പോൾ തണുത്തത് എന്തെങ്കിലും കുടിക്കണം എന്ന് തോന്നിയിട്ട് ഒരു ലൈമ് വാങ്ങി കുടിച്ചു. നല്ല തണുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ, പക്ഷേ തീരെ തണുപ്പുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ലൈമെല്ലാം കുടിച്ചിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേ വീട്ടിലേക്ക് ഒരു മുട്ടായി എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി നമ്മൾ കുറച്ച് അങ്ങോട്ട്, നമ്മൾ നേരത്തെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ അവിടെയാണ് വണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വീട്ടിൽ പോകുന്നതിന് മുന്നേ എടുത്തതേ ഉള്ളൂ. അതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും തുടരും മൂവി കണ്ടു. നല്ല അടിപൊളിയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നല്ല സിനിമ തന്നെയാണ് കേട്ടോ, കണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ കാണാത്തവരെന്തായാലും പോയി കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.